അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, ചില കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഈശോയെ. അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈശോയെ. പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഈശോയെ, ഒരു തൊഴിൽ സംഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണ കാരണം കർത്താവെ, ഇനി ജീവിക്കേണ്ട കാര്യമില്ല, ഇനി എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്, ഇതും കൊണ്ട് എന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് നീറ് വേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും മടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ്, നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷേ വിറ്റിക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ സ്റ്റാറ്റസിനെ ടോർപ്പഡോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ഈ സാത്താനില്ലേ, സാത്താൻ യേശുവിൻ്റെ അടുത്ത് ഉയർത്തണ വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്താണ്? സ്റ്റാറ്റസിൻ്റെ ചാലഞ്ചസാണ്. ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിൻ്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മളെയൊക്കെ ആരെങ്കിലും സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്താണ്ടല്ല, അപ്പം നമ്മളെ നിറം മാറും. പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി, ഒരു പ്രലോഭനമുണ്ട്. ടെംപ്റ്റേഷൻ. യു ആർ സേയിങ് അട്ടർ നോൺസെൻസ്. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞാനത് തന്നെയാണെന്ന് പറയും. അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ്, നീ ദൈവപുത്രനാണ്. സ്റ്റാറ്റസ് അല്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും. എന്താ ചെയ്യാൻ സാത്താൻ ചെയ്യണത്? എന്താണ്? നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും. പക്ഷേ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പമാക്കാൻ പറ്റുമോ? അപ്പോൾ വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട്, മാനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ ആ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഈശോ കണ്ടുമുട്ടുന്ന സമയമാണത്. പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളി പറയണത്, അല്ലേ? വിശപ്പിൻ്റെ പേര്, നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ്. യൂറോപ്പ് നിരീശ്വരവാദത്തിലേക്ക് ഇപ്പോൾ പോണത് അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ ഈശോ എന്താ പറയണത്? വിശപ്പിനെ കുറിച്ച് എന്താ പറയണത്? ലൂക്കാ 4:3 വായിച്ചേ. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം, പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം. ഇപ്പം ഇനി ദൈവപുത്രനല്ല എന്നാണല്ല പിശാച് പറയണത്. അതുപോലെ നിങ്ങൾ ചെയ്യണത് ശരിയല്ല, നിങ്ങൾ തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ? ചിലർ അങ്ങോട്ടും വഴക്കിടുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ
സൂത്രശാലിയാണ്, എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെ മനസ്സിലായതൊക്കെ ഭാര്യ ഭർത്താവിനോട് പറയാൻ കേട്ടിട്ടില്ലേ? അപ്പോൾ ഭർത്താവ് ചോദിക്കും, നിനക്ക് എന്നാ കുന്താ മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും. ഒരു കാര്യം, ഇപ്പം സ്റ്റാറ്റസ് ഒരു പ്രോബ്ലമാണ്. മാതാവ് ഈ വിഷയത്തിൽ പറയുമേ, ശക്തനായവൻ, ലൂക്കാ 1:49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതെന്താണ് വലിയ കാര്യം? എന്താണ്? ലൂക്കാ 1:48, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത്, അതാണ് താഴ്മയെന്ന് പറയുന്നത്. മറ്റുള്ളവർ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത്. പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയണത്, മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം. എന്താ കാര്യം? ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത്, അതായത് ആ ഉയർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഉയർത്തിയിരിക്കണം. എന്താ പറഞ്ഞത്? ഉയർത്തിയിരിക്കണെ കുറിച്ച് എന്താ പറഞ്ഞത്? ലൂക്കാ 1:52, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ആരുയർത്തി? നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല, പിന്നെ ആരാണ്? ദൈവം. ഇപ്പം ദൈവം ആരാണ് ഉയർത്തണത്? സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും. മറ്റുള്ളവർ സ്റ്റാറ്റസ് നമ്മളെ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മാതാവിനെ പോലെ. അതിനെന്താ മാതാവ് ചെയ്തിരിക്കണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 19 എടുക്ക്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അറിയാമോ? ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവരെന്താ അട്ടയന്മാരല്ലേ പറയണത്? അട്ടയന്മാരെന്താ പറയണത്? ഇതാണ് രാജശിശു, നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കണം എന്ന് പറയും. അപ്പോൾ രാജശിശു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കുന്ന കാര്യമാണ് ഈ അപ്പോസ്തലന്മാർ സ്റ്റാറ്റസ് അല്ല, ഈ അട്ടയന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത്. മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സ്റ്റാറ്റസ് ലോ ചെയ്ത് ദൈവം മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തു. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. 5ാമത്തെ ദൈവരഹസ്യത്തിൽ എന്താ പറയണത്? സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ്, സ്റ്റാറ്റസ് താഴ്ത്തിയ ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത്. അത് നമ്മൾക്ക് ലോ ചെയ്യാൻ പറ്റും. അടിച്ചേൽപ്പിക്കപ്പെട്ട ലോയുണ്ട്, മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ്. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായി യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശംസിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ പേര് വിജു. ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂർ മേരിമാത ഇടവക പള്ളിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബറിലാണ്. ആദ്യം തന്നെ ഞാൻ മാതാവിനോടും പുത്രനോടും ക്ഷമ ചോദിക്കുന്ന. എൻ്റെ സാക്ഷ്യപ്പെടുത്തൽ വളരെ വൈകിപ്പോയി. കാരണം പലപ്പോഴും എനിക്ക് അറിയാൻ പറ്റിയില്ല മാതാവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വൈകിപ്പോയി. അതിന് ക്ഷമ ചോദിക്കുന്നു. എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിലാണ്. അത് വിൽക്കാൻ നോക്കിയിട്ട് കുറേ നാളുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു 5 കൊല്ലം ഞങ്ങൾ ശ്രമിച്ചു വിൽക്കാൻ. കാരണം അവിടെ പ്രശ്നം അവർ പറഞ്ഞത് 2 സ്ഥലത്തിൽ ഒരു സ്ഥലം റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ റോഡായതുകൊണ്ട് നമുക്ക് ആരും വരുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച വിലയും കിട്ടുന്നില്ല. കാരണം അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗുണ്ടായസം പോലെയാണ് തോന്നിയത്. അപ്പം ഞങ്ങൾ ഓർത്ത് കിട്ടുന്ന വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലമെങ്കിലും കൊടുത്തിട്ട് പോയാലോ എന്ന് വിചാരിച്ച്. പക്ഷേ 2023 ഞാൻ ഉടമ്പടി എടുത്ത് ഉപ്പ് കൊണ്ടുപോയി അവിടെ വിതറി. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ നവംബറിൽ തന്നെ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റി. ഏകദേശം ഒരുമാതിരി നല്ല വിലയും കിട്ടി ഞങ്ങൾക്ക്. ഞാൻ മേടിച്ചതിലും 10 ഇരട്ടി വിലയിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയത്. പിന്നെ അത് കൊടുക്കുന്നതിൻ്റെ സമയത്ത് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡോക്യുമെൻ്റ് മെയിൻ ഡീഡ് കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുന്നില്ല, ചേട്ടൻ ചാലക്കുടിയിൽ, അവിടെ നോക്കിയപ്പോൾ പുള്ളിക്കും ഇല്ല. ഒരു ജെറക്സ് നോക്കിയിട്ട് ഒരു ജെറക്സ് കോപ്പിയും ഇല്ല. ദൈവമേ എന്ത് ചെയ്യും ഇനി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ വെച്ച ബാഗ് കുടഞ്ഞിട്ട് നോക്കിയിട്ട് ഒന്നും കാണാനില്ല. പിന്നെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഇന്ന് കാണിച്ചു തരണേ. അങ്ങനെ തിരിച്ച് രണ്ടാമത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ആ ബാഗിൻ്റെ തന്നെ സൈഡിലിരിപ്പുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി, ദൈവമേ മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ ആ സ്ഥലം വിറ്റു. അത് അതിൻ്റെ വിലയും കിട്ടി. പിന്നെ വന്നത് എനിക്ക് അലർജി ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് അലർജി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സുള്ള ഓർമ്മ തൊട്ട് ഏകദേശം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസം തൊട്ട് എനിക്ക് അലർജി ഇല്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഡസ്റ്റിൽ പോവുകയാണെങ്കിൽ ചില മാർക്കർ പേനയിൽ എഴുതുന്നതാണെങ്കിൽ പോലും എനിക്ക് അപ്പം തന്നെ തല കറങ്ങുന്ന പോലെയാവും. തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുമ്മി എൻ്റെ തൊണ്ട പൊട്ടി ചോര വന്നാൽ പോലും നിൽക്കില്ല. മിനിമം ഒരു ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ മിക്ക ദിവസവും കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല, പുകയടിച്ചാലും കുഴപ്പമില്ല. ഒരു 3 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ പിള്ളേരും ഭാര്യയും പറഞ്ഞു തുടങ്ങി, ഇത് ശരിക്കും മാതാവ് തന്നെയാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത്ഭുതകരമായിട്ടൊരു സംഭവം സംഭവിച്ചത്, ഞാൻ എന്നെ സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ എന്നെ പ്രലോഭിപ്പിച്ചതായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മാനേജർ, ഞാനൊരു നല്ല IT കമ്പനിയിലാണ്, അറിയപ്പെടുന്ന IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരു 2 കൊല്ലമായിട്ട് പുള്ളി ഒരു നിരന്തരമായിട്ട് എനിക്ക് തോന്നി പുള്ളി എന്നെ ടാർഗറ്റ് ചെയ്യുന്ന മാതിരി തോന്നി. ഈ കഴിഞ്ഞ കൊല്ലത്തെ ഇൻക്രിമെൻറ്റ് എനിക്ക് തന്നില്ല. പുള്ളി പറഞ്ഞു, നീ വളരെ മോശ പ്രകടനമാണ് കാണിക്കുന്നത്, ഇതുപോലെയാണെങ്കിൽ എന്നെ ചിലപ്പോൾ പറഞ്ഞു വിടും എന്നുള്ളതാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ദൈവമേ എന്ത് ചെയ്യും ഇനി? എൻ്റെ വേറെ ജോലി കിട്ടണമെങ്കിൽ 20 കൊല്ലം ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ്, അത്ര എളുപ്പമല്ല. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പറ്റുന്ന ദിവസങ്ങളിൽ ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് വീട്ടിലും ചോദിച്ചു, എൻ്റെ ചേട്ടൻ്റെ പിള്ളേരും ചോദിച്ചു, അങ്കിളെ എന്താണ് വഴി, അങ്ങേര് പോവുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും പോവില്ല, ഞാൻ റിട്ടയർഡ് ആയാലും അങ്ങേര് പോവില്ല, എന്നെക്കാളും പ്രായം കുറവാണ്, അങ്ങേര് പോകാൻ സാധ്യതയില്ല, ഞാൻ തന്നെ പോകണം എങ്ങോട്ടേലും. പക്ഷേ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അനൗൺസ്മെൻറ്റ് വന്ന് അയാൾ വേറെ ടീമിലോട്ട് പോവാന്ന്. അപ്പോഴെനിക്ക് ഇപ്പോൾ വീട്ടിലെല്ലാവരും ശരിക്കും നിങ്ങളുടെ കൂടെ മാതാവുണ്ട്. ശരിക്കും അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ ഞാൻ എത്ര വൈകി മനസ്സിലാക്കാൻ. ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചു. അതോടെ എനിക്ക് കുറേ സമാധാനമുണ്ട്. ഇപ്പം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താനാണല്ലോ ജോലി ചെയ്യുന്നത്. ആ ഒരു തലവേദന എനിക്ക് കുറഞ്ഞു കിട്ടി. മാതാവേ ഈശോയെ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ അതിന് ഒഴിച്ചിലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അത് ഇവിടെ ഈ സൈഡിൽ എനിക്ക് തരിപ്പുണ്ടായിരുന്നു. പലപ്പോഴും ചൊറിച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതും ഇപ്പം എനിക്ക് കുറേ നാളായിട്ട് അനുഭവപ്പെടുന്നില്ല. അതും മാറിക്കിട്ടി. എൻ്റെ അടുത്ത് വീട് കിട്ടുന്ന ആൾ, ഞങ്ങൾ ബാംഗ്ലൂരിലൊക്കെ ചെറിയ സ്ഥലങ്ങളാണ്. എൻ്റെ സ്ഥലം 20 അടി ബൈ 30 അടിയാണ്. തൊട്ടടുത്ത ആൾ അത്ര വാങ്ങിച്ച്, ഞാനൊരു 1.5 അടി ചിലയിടത്ത് വിട്ട്, ചിലയിടത്ത് 1 അടി വിട്ടിട്ടുണ്ട്. അടുത്ത് വീട് കിട്ടുന്നയാളോട് ഞാൻ പറഞ്ഞു, ഒരു 1/2 അടി വിടാൻ പറഞ്ഞു. അയാൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല. അവിടുത്തെ ആൾക്കാരും നമുക്കാരും സപ്പോർട്ടില്ല. ഞങ്ങൾ പല രീതിയിൽ സംസാരിച്ച് നോക്കി. 1/2 അടി വിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകുന്ന പറഞ്ഞു നോക്കി, ആൾക്കാരെ വിളിച്ച് പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ സൈഡിൽ കൂടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അയാൾ 1/2 അടി വിട്ട്
ഇപ്പോൾ അയാൾക്കൊരു ട്രാൻസ്ഫറായിട്ട് അയാൾ 4 കൊല്ലത്തിന് അയാൾ ബെള്ളാരിക്ക് പോയി. അത് പക്ഷേ ഇപ്പോൾ അയാൾ വളരെ സ്നേഹത്തിലാണ്. അയാൾ ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോട്ടെ, എൻ്റെ ഭാര്യയും മക്കളും ഇവിടെയാണ്. അത്ര നല്ല സ്നേഹത്തിലാണ്. മാതാവേ അതിനും നന്ദി. കാരണം അടുത്ത ആളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കലല്ലായിരുന്നു നമ്മുടെ ഉദ്ദേശം, സ്നേഹത്തോടെ പോകാൻ തന്നെയാണ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ട് മാതാവാണ് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ കൊല്ലം റാലിക്ക് വരുന്ന സമയത്തിലായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു പേരുണ്ട്, അതിവിടെ പറയുന്നില്ല. അപ്പം ഞാനൊരു ഐഡിയ ഇട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റും ഇവിടുത്തെ റാലിയുടെ ഡേറ്റും സെയിം ആയിരുന്നു. അപ്പം ഞാൻ 183 ഐഡിയയിൽ ഞങ്ങളുടെ ഒരു ഐഡിയ വന്ന് 4ാമത് സെലക്റ്റായി, അല്ല 10ൽ വന്ന്. 10ൽ ഇനി 1, 2, 3 സെലക്ട് ആവുള്ളൂ. അത് വൈസ് പ്രസിഡൻറ്റുമായിട്ടാണ് സെലക്ട് ചെയ്ത് വരുന്നത്. 3 വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ കമ്പനിയുടെ ടോപ്പ് ആൾക്കാരുകളാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞാൽ നീ അത് ഇവിടെ തന്നെ ഇന്ന് പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടില്ല. പക്ഷേ വീട്ടിൽ എന്നോട് ഭാര്യയും മക്കളും പറഞ്ഞ് നിങ്ങൾ ഇതിവിടെ പോകാമെന്ന് തീരുമാനിച്ച ശേഷമല്ല സെലക്ട് ആയത്, നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരിക്കലും ഞാൻ റാലി മുടക്കില്ല, എൻ്റെ ഒരു ഡൗട്ടും ഇല്ല, എൻ്റെ സ്റ്റാൻസ് പോയാൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഓവർനൈറ്റ് എനിക്ക് തോന്നുന്നു 3 മണി രാവിലെ വരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത്, ഞാനും വേറൊരു പള്ളിയും പിന്നെ മാനേജറുമായിരുന്നു, അവരോട് ഡിസ്കസ് ചെയ്ത് എല്ലാം ചെയ്തു. അവർ പ്രസൻറ്റ് ചെയ്തു. ഇവിടെ ഞാൻ റാലി നടത്തി, ഞാനും പയ്യനും വന്ന് നടന്നു. പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടേതും സെലക്റ്റായി. അതും വലിയൊരു അത്ഭുതം തന്നെയാണ്. സെലക്റ്റായി. അത് ഞാൻ 1 കൊല്ലത്തിനായി ഇംപ്ലിമെൻറ്റേഷനും ചെയ്തു. അപ്പം അതും വീണ്ടും എനിക്ക് മാതാവ് കാണിച്ചു തന്നാണ്, ഞാൻ കൂടെയുണ്ട്. പിന്നെ എൻ്റെ മകന് അവന് അലർജിയുണ്ട്, അസ്തമയമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ റാലിക്ക് കൊണ്ടുവന്നു. ഇവിടുന്ന് അവിടം വരെ നടന്ന് ഒരു സ്പ്രേ ഒന്നും അടിക്കാതെ നടന്ന്, അങ്ങനെ എനിക്ക് അവനെയും കൂടുതലായിട്ട് മാതാവിൻ്റെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നു. ഈ കൊല്ലവും ഞങ്ങൾ എല്ലാവരും തന്നെ വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല പല കാര്യത്തിൽ എനിക്ക് എന്നെ സഹായിച്ച മാതാവിനോടും തിരുക്കുമാരോടും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ബുദ്ധിമുട്ടാണ് ചേട്ടാ, പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്യും. അത് പഠിക്കാനാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് രോഗാവസ്ഥയാണെങ്കിൽ അതിൻ്റെ ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ പള്ളിയിലെ വിൻസെൻ്റ് ഇപ്പോഴുടെ പ്രസിഡൻ്റായി. അപ്പോൾ എനിക്ക് എൻ്റെ ആ പള്ളിയിലുള്ള ചേച്ചിമാർ പറയടാ, അവർ അവിടുന്ന് ഒരാൾ വിളിച്ച് അവർക്കൊരു കുറച്ച് സഹായം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയും ഓക്കെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ബാക്കി ആൾക്കാരോട് ചോദിച്ച് അവർക്ക് നമ്മളെ മാസം തോറും മിനിമം തുക കൊടുത്ത് അങ്ങനെ ഓരോരോ ഫാമിലിനെ അഡാപ്റ്റ് ചെയ്ത് ഇപ്പോൾ 6 ഫാമിലി ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തു. അപ്പം പള്ളിയിൽ നിന്ന് കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഞാൻ തുടങ്ങും. അപ്പം മിനിങ്ങാന്ന് ഒരാളുടെ പേര് ജപ്തിയാവുമെന്ന് പറഞ്ഞു വന്നു. അപ്പം അയാൾക്ക് ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ച് ഒരു ചെറിയ സഹായം ചെയ്തു. അപ്പോൾ അയാളും അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെ ഞാനത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതം വീട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിള്ളേരും മക്കളും രാവിലെ ഏറ്റു വരാറില്ല, പക്ഷേ ഞാനത് മുടക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. പേപ്പർ ഞങ്ങൾ അവിടെ കൊടുക്കുന്ന കന്നഡ, തമിഴ് ഈ വക പള്ളിയിലുണ്ട്. പലരും അവിടെ അറിയാത്ത പള്ളികളിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറയും ഇങ്ങനെ ഒരു അത്ഭുത മാതാവാണിത്, ഇവിടെ നാട്ടിൽ നിന്നാണ്, ഇന്ന സ്ഥലമാണ്. അപ്പോൾ ചിലർ വിളിക്കാറുണ്ട് എവിടെയാണ് സ്ഥലം, മനസ്സിലായി. അപ്പോൾ അവർക്ക് ഞാൻ അതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, എങ്ങനെയാണ് പോകണമെന്നുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ലൂക്ക 17:6 കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിജു ജോൺ എന്ന ഈ മകൻ്റെ ഉടമ്പടി സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് 3 നിയോഗങ്ങൾ മകൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുമ്പോൾ ആ 3 നിയോഗത്തിനും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് തന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല, എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ താൻ എത്ര പരിശ്രമിച്ചാലും താൻ എത്ര നന്നായാലും അതുകൊണ്ട് നേടിയെടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല. ഒന്ന് ജോലിയിലുള്ള വിഷയം. ഓരോ നിമിഷവും ചേട്ടനെ പറഞ്ഞുവിടുമെന്ന രീതിയിൽ, പെർഫോമൻസ് മോശമാണെന്ന രീതിയിൽ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് വീടിൻ്റെ അരികിൽ അരയടി വിടുവാൻ വേണ്ടിയുള്ളൊരു പ്രശ്നം. അത് അപ്പുറത്തുള്ള വീട്ടുകാരന് പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവുമുള്ള ഇടമാണ്. അദ്ദേഹം വിട്ടാൽ മാത്രമേ അതിനകത്ത് ഉപകാരമുള്ളൂ. അത് പിടിച്ചു വാങ്ങുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. മറ്റൊന്നും ഇതുപോലെ തന്നെ സഹോദരൻ സൂചിപ്പിച്ചു. ഈ 3 മേഖലകളിലും മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെയാണ് മാതാവ് ആ നിയോഗം അനുഗ്രഹമാക്കി നൽകിയതെന്ന് വാക്കുകൊണ്ട് സൂചിപ്പിച്ചു. ആദ്യത്തത് ജോലിയിൽ ആര് ഭീഷണിപ്പെടുത്തിയോ അദ്ദേഹം മാറിപ്പോയി. രണ്ടാമത്തത് വീടിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് എല്ലാവരെ കൊണ്ട് പറയിച്ചിട്ടും നടക്കാതിരുന്നത് അമ്മ മാതാവിൻ്റെ ഉപ്പിട്ട
ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്ഥലമാറ്റമായി, ആ നിശ്ചയിച്ചതുപോലെ അരയടി വിടുവാൻ തീരുമാനമായി. ഇതാണ് സിക്കമൻ വൃക്ഷം കടലിൽ പോയി വേരിറക്കുക എന്ന് പറയുന്നത്. നമുക്ക് മാറാനാവാത്ത മലകൾ, നമുക്ക് മാറ്റാനാവാത്ത വലിയ പ്രശ്നങ്ങൾ, അത് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അമ്മയ്ക്കമ്മയുടെ പദ്ധതികളുണ്ട്. ചിലപ്പോൾ വ്യക്തികളെ തന്നെ മാറ്റിക്കളയും, ചിലപ്പോൾ സാഹചര്യങ്ങളെ മാറ്റിക്കളയും, ചിലപ്പോൾ അവിടെയുള്ള എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് മൂല കാരണമാകുന്ന വിഷയങ്ങളുടെ മേൽ തീരുമാനമെടുക്കും. ഇത് നമ്മളെ ബാധിക്കുന്നതോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതോ ആയിരിക്കത്തുമില്ല. ഇത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വചനത്തിലെപ്പോഴും ഈ സിക്കമോൻ വൃക്ഷം കടലിൽ പോയി പതിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിത് വല്ലാതെ കിടന്ന് ഇത് നടക്കുമോ, അന്ന് മാത്രം നടന്നതല്ലേ എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നത്തെ വളരെ നിസ്സാരമായി മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊരു വലിയ പ്രശ്നത്തെയും നിസ്സാരമായി മാറ്റിയെടുക്കുവാൻ കഴിവുണ്ട്. സഹോദരൻ പറഞ്ഞു, 5 വർഷത്തോളമായി സ്ഥലം വിൽക്കാൻ നോക്കുന്നു, വളരെ താഴ്ന്ന വില മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ല. അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് ലഭിക്കുന്നത് വാങ്ങിയതിൻ്റെ 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കുവാനുള്ള അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അമ്മ എപ്പോഴും സുരക്ഷിതമായി കാത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അല്പം കാലതാമസമുണ്ടാവും. ജോസഫച്ചൻ ധ്യാനത്തിൽ നമ്മളിത് ഓർമ്മിപ്പിക്കാറുണ്ട്. ചില നിയോഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പം വൈകിയെന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കുറേ കൂടി മെച്ചപ്പെടുത്തി നൽകുവാൻ വേണ്ടി, കുറേ കൂടി അനുഗ്രഹിച്ച് നൽകുവാൻ വേണ്ടി ഒരല്പസമയത്തിന് വേണ്ടി കാക്കുന്നതാണത്. അമ്മയ്ക്കമ്മയുടെ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ കരങ്ങളിലേക്ക് ഒരു കാര്യം അനുഗ്രഹമായി കൈമാറുമ്പോൾ അതിൽ അപകടമൊന്നും ഉണ്ടാവരുതെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. നമുക്ക് കാണാനാവാത്ത അപകടങ്ങളോ അനിശ്ചിതത്വങ്ങളോ ഒരു വിഷയത്തിന്മേലുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരുന്നതിന് അമ്മ എപ്പോഴും നാം വയ്ക്കുന്ന നിയോഗങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചാണ് കൈമാറുന്നത്. സഹോദരൻ പറഞ്ഞു, ഡോക്യുമെൻറ്റ്സ് കാണുന്നില്ലായിരുന്നു, അമ്മയുടെ അരികിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ തക്ക സമയത്ത് അത് കണ്ടെത്തുവാനും യാതൊരു പ്രശ്നവുമില്ലാതെ സ്ഥല വിൽപ്പന നടത്തുവാനും സാധിച്ചു വന്ന അലർജിയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു. വല്ലവരും എവിടെയെങ്കിലും ഇരുന്ന് മാർക്കർ വെച്ച് എഴുതിയാൽ പോലും എനിക്ക് തലകറങ്ങുമായിരുന്നു. ഉടമ്പടി എടുത്ത നേർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്ന് ആരെന്ത് ചെയ്താലും യാതൊരു ക്ലേശവുമില്ലാതെ, അലർജിയുടെ യാതൊരു പ്രശ്നവുമില്ലാതെ സഹോദരനും സഹോദരൻ്റെ മകനും സൗഖ്യത്തോടു കൂടി ജീവിക്കുന്നതിനെ ഇന്ന് സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എങ്ങനെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചുവെന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പലതും കുറച്ചു നാൾ മുമ്പ് കിട്ടിയതാണ്. എന്നാൽ ഇത് അമ്മ വഴി കിട്ടിയോ എന്നത് സംശയമായിരുന്നു. അമ്മ വഴി കിട്ടിയതാണോ ഇതെന്ന് സംശയമാണ് ഇത്രയും സാക്ഷ്യം വഹിക്കുവാൻ കാരണമെന്ന് ക്ഷമാപണത്തോടു കൂടി ഏറ്റുപറയുന്നുണ്ട്. ഓർക്കണം, ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ ഒരു കൈകളിലേക്ക് ഒരു നിയോഗം ഏൽപ്പിച്ചാൽ അത് വിശ്വസിക്കുവാൻ നമുക്ക് ഉറപ്പുണ്ടാവണം. നമുക്ക് തന്നെ നേടാനാവുന്നതൊന്നും അമ്മയുടെ കരങ്ങളിൽ കൊടുക്കരുത്. അതാണ് ജോസഫച്ചൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പറയുക, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നേടാനാവുന്നത്, നിങ്ങളുടെ ജോലി കൊണ്ട് നേടാനാവുന്നത്, നിങ്ങളുടെ ബന്ധുബലം കൊണ്ട് നേടാനാവുന്നത്, നിങ്ങൾക്ക് തന്നെത്താനെ നിർവഹിച്ച് തീർക്കാനാവുന്നത്, ആ വിഷയങ്ങളൊന്നും നിയോഗമായി എഴുതരുത്. മറിച്ച് നിങ്ങൾക്ക് അസാധ്യമെന്ന് ഉറപ്പുള്ളത് മാത്രം അത് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിനെ അമ്മ നൽകുന്ന അനുഗ്രഹമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ ഒരു നിയോഗം വയ്ക്കുമ്പോൾ പൂർണ്ണമായും ദൈവകരങ്ങളിൽ നമ്മളതിനെ ഉടമസ്ഥപ്പെടുത്തുകയാണ്. അമ്മ മാതാവ് അത് ഈശോയ്ക്ക് കൊടുക്കുവാൻ, ഈ നാളുകളിൽ അമ്മയും ഈശോയും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി ഓർക്കുന്നൊരമ്മയുടെ അരികിലാണ് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ മറന്നുപോകും, ഉടമ്പടി എടുത്തതും മറക്കും, ഒരുപക്ഷെ നിയോഗം വെച്ചതും മറന്നുപോകും, എന്താ നിയോഗമെന്ന് പോലും മറന്നുപോകും. ഒരു 10 ഉടമ്പടി പുതുക്കിയവരോട് ആദ്യത്തെ ഉടമ്പടിയുടെ നിയോഗം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലതും മറന്നുപോകും. പക്ഷെ മറക്കാത്തൊരമ്മയുടെ കരങ്ങളിൽ ജീവിതം അനുഗ്രഹമാകുവാൻ വേണ്ടി നിങ്ങളിവിടെ വന്നണയുകയും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിതം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ, നാം മറന്നതുപോലും നമുക്ക് അനുഗ്രഹമാക്കി തരുവാൻ അമ്മയ്ക്ക് കഴിവുണ്ട്.
ഒത്തിരി മക്കൾ സാക്ഷ്യത്തിൽ ഇത് പറയാറുണ്ട്. ആദ്യം എഴുതിയപ്പോൾ നിയോഗം വെച്ചു, പിന്നീട് കിട്ടില്ലെന്ന് കരുതി ഞങ്ങളത് വിട്ടുകളഞ്ഞു. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിയോഗം എഴുതാതെ ഉടമ്പടി ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ആദ്യം എഴുതിയത് അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്നുവെന്ന. അതുകൊണ്ട് ഓരോ ഉടമ്പടി നിയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഉടമ്പടി നിയോഗവും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പൂർണ്ണമായും അത് ഏൽപ്പിക്കണം, പാതിമനസ്സോടെയല്ല. അമ്മ അത് അനുവദിച്ചു തരുമ്പോൾ ദൈവിക ഇടപെടലായി അതിനെ വിശ്വസിക്കുവാനും തിരിച്ചറിയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും നമുക്ക് സന്തോഷമുണ്ടാവണം. ഓരോ സാക്ഷ്യവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, കൂടുതൽ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ഉടമ്പടി കുറേ കൂടി വിശ്വസ്തതയിലും സന്തോഷത്തിലും ജീവിക്കുവാൻ അമ്മ നമ്മളെ നയിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഏറ്റവും ക്ലേശകരമായ കാര്യങ്ങളിൽ അമ്മ കൊടുത്ത തീരുമാനങ്ങൾക്ക്, അമ്മ കൊടുത്ത സമൃദ്ധിക്ക്, രോഗസൗഖ്യത്തിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച്